ഫിലോസഫി അഥവാ തത്വചിന്ത തൊഴിലിടങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് അത് പ്രയോജനപ്പെടുന്നത് എന്ന ചോദ്യം പലപ്പോഴും കുട്ടികളിൽ വലിയ സംശയങ്ങൾ ഉളവാക്കുന്ന ഒരു മേഖലയാണ്. പ്രാചീന കാലത്ത് ഭാരതത്തിൽ ഉപനിഷത്തുകളിലൂടെയും അതിനുശേഷം ശ്രീബുദ്ധൻ്റെ തത്വചിന്തകളിലൂടെയും വളർന്നു വന്ന ഈ ഒരു പഠന മേഖല പിന്നീട് മധ്യകാലമായപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെയും പ്ലേറ്റോയുടെയും ഒക്കെ ചിന്തകളിലൂടെ വീണ്ടും പുതിയ ആശയ രംഗത്തേക്ക് കടന്നു വന്നു. അതും കഴിഞ്ഞ് വീണ്ടും പല ക്രിസ്തീയ തത്വശാസ്ത്ര ചിന്തകളുമൊക്കെ അവതരിപ്പിക്കപ്പെട്ട ഒരു കാലവും കടന്ന് ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് കാൾ മാർക്സിൻ്റെയും ഒക്കെ ആശയങ്ങളിലൂടെ, ബെർണഡ് റസ്സലിൻ്റെ ആശയങ്ങളിലൂടെ സാമൂഹിക നീതിയും സമത്വവും സ്വാതന്ത്ര്യവും എന്ന ആശയങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ടത്. അതിനും ശേഷം ആധുനിക കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് ക്ലൈമറ്റ് എത്തിക്സ് പോലെയുള്ള, ഹ്യൂമൻ റൈറ്റ്സ് പോലുള്ള ആശയങ്ങളിലൂടെ ആധുനിക നവകാലികമായ ആശയങ്ങളുടെ ഒരു വിതരണം നടക്കുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ കടന്നു ചെന്നു. ഫിലോസഫി എന്നറിയപ്പെടുന്ന ഈ മേഖല വലിയ അവസരങ്ങളുടെ ലോകം തന്നെയാണ് വരും കാലത്ത് സമ്മാനിക്കുക എന്ന് നമുക്ക് കാണാം. പരമ്പരാഗതമായ തൊഴിലിടങ്ങളൊക്കെ മാറ്റപ്പെടുമ്പോൾ പുതിയ തൊഴിലിടങ്ങൾ തേടിപ്പോകുന്ന ഈ യുഗത്തിൽ പ്രധാനമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാങ്കേതികത്വത്തിൻ്റെയുമൊക്കെ പുത്തൻ ലോകത്ത് ഹ്യൂമാനിറ്റീസ് അഥവാ ആർട്സ് വിഷയങ്ങൾക്ക് വലിയ തോതിലുള്ള സ്വാധീനം തൊഴിലിടത്തിൽ ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ കഴിയും. എവിടെയൊക്കെയാണ് ഈ കൂട്ടർക്ക് അവസരങ്ങളുള്ളത്? ആ അവസരങ്ങളുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? തത്വചിന്ത എന്നത് എത്തിക്സുമായി ബന്ധപ്പെട്ട വലിയൊരു മേഖല നമ്മളെ സംബന്ധിച്ചിടത്തോളം സമ്മാനിക്കുന്നു. ആ എത്തിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലുണ്ട്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളിലുണ്ട്, വലിയ വലിയ കമ്പനികളുടെ CSR ഫണ്ടിങ് യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള നൈതികതയുടെ സ്വാധീനം വളരെയധികം കാണാൻ കഴിയും. ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പോളിസി മേക്കിങ്ങും ആയി ബന്ധപ്പെട്ട മേഖലകളിൽ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഒക്കെ ഈ എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന മേഖല വലിയ ഒരു റോൾ പ്ലേ ചെയ്യുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന മേഖലയാണ്. സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്നൊരു പേപ്പർ തന്നെ ജനറൽ സ്റ്റഡീസിൽ എഴുതാനുണ്ട് എന്നത് ആ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ പഠന സാധ്യതകൾ ഒരുക്കുന്ന മറ്റൊരു വാതായനമാണ്. ആ സാധ്യതകളെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്താനും ഇൻ്റർവ്യൂവിലും അതുപോലെ തന്നെ ജനറൽ പേപ്പറിലുമൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് ഫിലോസഫിക്കലായിട്ടുള്ള പഠന മേഖലകളെ സമീപിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൂടാതെ വരും കാലഘട്ടത്തിൽ അനവധി UN ഏജൻസികളും അതുപോലെ തന്നെ നിരവധി CSR ഫണ്ടിങ് ഓർഗനൈസേഷനുകളും കൂടാതെ NGOകളും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും ഒക്കെ ഒരുക്കുന്ന തൊഴിലിടങ്ങളുടെ വിശാലമായൊരു ലോകം. AI അധിഷ്ഠിതമായ ഈ കാലത്ത് AI ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനെയും അതിൻ്റെ അതിസുന്ദരമായ പ്രവർത്തന തലങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതിന്, അതിൻ്റെ പെർഫെക്ഷൻ നമ്മളിലേക്ക് എത്തിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതികളിലേക്ക് ആവിഷ്കരിക്കപ്പെടുമ്പോൾ നൈതികത വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം മെഷീൻ ഒരിക്കലും മനുഷ്യൻ്റെ വികാരങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിങ്ങിൽ തന്നെ ഇത്തരത്തിലുള്ള എത്തിക്സിന് വലിയ പ്രാധാന്യം വരുന്നു. മോട്ടിവേഷണൽ സ്പീക്കിംഗ് മേഖലകളിൽ, അതുപോലെ തന്നെ അനലിസ്റ്റ്, പൊളിറ്റിക്കൽ ആൻഡ് പോളിസി അനലൈസ് ചെയ്യുന്ന മേഖലകളിൽ, അത് ആവിഷ്കരിക്കുന്ന മേഖലകളിൽ, ഇവാലുവേറ്റ് ചെയ്യുന്ന മേഖലകളിലൊക്കെ ഇക്കൂട്ടർക്ക് വലിയ സാധ്യതകളാണ് തുറന്നു കിട്ടുന്നത്. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് ഡിഗ്രിയിലൂടെ അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷനിലൂടെ ഈ മേഖലയിൽ വലിയ വളർച്ച കണ്ടെത്താനായിട്ട് കഴിയും. വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വളർച്ചാ നിരക്ക് കാണിക്കുന്ന ഒരു തൊഴിലിടമാണ് ഫിലോസഫിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. സിവിൽ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പരീക്ഷയിൽ മാത്രമല്ല അവരുടെ തൊഴിലിടങ്ങളിലും വലിയ തോതിൽ ഗുണമുണ്ടാക്കാൻ കഴിയുന്നൊരു മേഖലയാണ്. കാരണം അവർ ഇടപഴകുന്നത് ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങളുമായാണ്. സാധാരണ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ക്ഷേമം, ഒരു വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന്, വികസനം സാധ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നയിക്കപ്പെടേണ്ടത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആവിഷ്കരിക്കപ്പെടേണ്ടത്. ആ മേഖലയിൽ ഇടപെടുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം നൈതികത വളരെ പ്രധാനപ്പെട്ടതാണ്.
വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പദവികൾ വഹിക്കുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ള രാഷ്ട്രീയ പദവികൾ വഹിക്കുന്ന വ്യക്തികളും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചിലപ്പോൾ ചുമതലകൾ തന്നെ ഒഴിയുകയും ചെയ്യുന്ന നൈതികതയുടെ ഒരു ലോകം നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള നൈതികതകളെല്ലാം ഈ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി വളർന്ന് വലുതായി വന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ഒരു പ്രത്യേക അന്തരീക്ഷം എടുക്കുമ്പോൾ നമ്മുടെ ഉപനിഷത്തുകളും ബൗദ്ധിക ചിന്തകളും ഒക്കെ സമ്മാനിച്ചിട്ടുള്ള അഹിംസാ സിദ്ധാന്തമെന്ന ഗാന്ധിജി ആവിഷ്കരിച്ച വലിയ മഹത്തായ ആശയം പോലും ബൗദ്ധിക ചിന്തയിൽ അധിഷ്ഠിതമായിട്ട് വളർന്നു വന്ന ഒരാശയമാണ്. ലോകമെമ്പാടും ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്ത ആ ആശയം ഇന്ത്യൻ തത്വശാസ്ത്രത്തിൻ്റെ ലോകത്തിനുള്ള ഏറ്റവും വലിയ സമ്മാനമായിരുന്നു. അതുപോലെ ഓരോ മേഖലകളിലും ആധുനിക കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് ഈ നൈതികതയുടെ പ്രാധാന്യം ഏറ്റവും അധികം വരുന്നത് മനുഷ്യൻ്റെ വികാരങ്ങളെ, അവൻ്റെ ആവശ്യങ്ങളെ, അവൻ്റെ പ്രയോറിറ്റീസിനെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന രീതിയിൽ കണ്ടെത്തി അവതരിപ്പിക്കാൻ അതിന് കഴിയണം എന്നുള്ളതാണ്. ആ മേഖലയിലാണ് ഫിലോസഫിയുടെ സാധ്യതകൾ ഇനിയുള്ള കാലത്ത് ഏറ്റവും അധികം വരിക. എൻ്റെ രാജ്യത്ത് പൊല്യൂഷൻ ഒരുപക്ഷെ ഇല്ലായിരിക്കാം, പക്ഷേ മറ്റ് രാജ്യങ്ങളുടെ പൊല്യൂഷൻ എൻ്റെ രാജ്യത്തെയും ബാധിക്കുന്നു എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നത് ഈ നൈതികതയുടെ ഭാഗമായാണ്. ഫിലോസഫിയിൽ എത്തിക്സിൻ്റെ വലിയ സാധ്യതകൾ, തൊഴിൽ സാധ്യതകൾ തുറക്കുന്നത് അവിടെയാണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വലിയ രാജ്യങ്ങൾ, അതായത് ഈ രാജ്യത്ത് വ്യാവസായികവൽകൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ അവരുടെ പണത്തിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം മറ്റ് രാജ്യങ്ങളുടെ ഇക്കോസിസ്റ്റം നിലനിർത്തുന്നതിന് വേണ്ടി ചിലവഴിക്കുന്ന തരത്തിലേക്കൊക്കെ പോയത് ഈ ഒരു നൈതികത അവിടെ പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഇതൊക്കെ തൊഴിലിടങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. എത്രമാത്രം കാർബൺ വേസ്റ്റ് നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു, എത്രമാത്രം പൊല്യൂഷൻ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ക്ലൈമറ്റ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു മേഖല തന്നെ അവിടെ പ്രത്യേക തൊഴിൽ പഠന മേഖല തന്നെ വളർന്നു വരികയുണ്ടായി. ചിന്താപരമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള തൊഴിലിടങ്ങൾ വളർന്നു വരുന്നത്. അത് എല്ലാ മേഖലകളിലും ഒരു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ബഫർ സോണിൽ കുറേ ട്രീ ഒക്കെ നട്ടുപിടിപ്പിച്ച് ഒരു വനം സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ പൊല്യൂഷൻ ഉണ്ടാകുന്ന വ്യവസായങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന സർക്കാരിൻ്റെ നയങ്ങൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഫിലോസഫിക്കൽ എത്തിക്കൽ തോട്ടിൻ്റെ ചിന്തയുടെ ഫലമായി വളർന്നു വന്നിട്ടുള്ളതാണ്. അത് സൈന്യത്തിലായാലും നമ്മൾ സീസ് ഫയർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വെടിനിർത്തൽ പാടില്ല എന്ന നയം വളർന്നു വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെയാണ്. നൈതികത എന്ന് പറയുന്നത് ഏതൊരു തൊഴിലിടത്തിലും നമ്മൾ ഭക്ഷണത്തിൽ മായം കലർത്തുന്നതിന് കുറ്റകരമാകുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തപ്പെട്ട ആ ലീഗൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമനിർമ്മാണ മേഖലകളിലേക്കുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഈ നൈതികതയുടെ ഭാഗമായാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എത്തിക്സ് എന്ന് പറയുന്ന മേഖല, ഏത് മേഖലയെടുത്താലും, അത് മാധ്യമരംഗത്താണെങ്കിലും നൈതികത വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്. അതേപോലെ തന്നെ ഭക്ഷ്യ വ്യവസായ രംഗത്ത് മായം ചേർക്കൽ അടക്കമുള്ള ആരോഗ്യകരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന, അനാരോഗ്യപരമായ കെമിക്കലുകളുടെ ഉപയോഗം നിയന്ത്രിക്കുന്ന, കാർഷിക മേഖലയിൽ പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുന്ന, ജനിതക വൈകല്യമുണ്ടാക്കുന്ന തരത്തിലുള്ള വ്യവസായിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കാർഷിക മേഖലയിലേക്ക് വരുന്ന പെസ്റ്റിസൈഡ്സ് പോലുള്ള മേഖലകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളെ നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന, കടലിലെയും വനസമ്പത്തിൻ്റെയും ഒക്കെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇക്കോസിസ്റ്റം നിലനിർത്തുന്ന തരത്തിലുള്ള, ജനങ്ങൾക്ക് തുല്യമായി പണം വീതം വയ്ക്കുന്ന തരത്തിൽ, അതായത് ഇനീക്വാലിറ്റി കുറച്ചുകൊണ്ടൊരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലേക്ക് ഒരു ലോകത്തെ നയിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആ ഒരു എത്തിക്സ് എന്ന് പറയുന്ന മേഖല ഫോക്കസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. പലപ്പോഴും ജനകീയ പ്രക്ഷോഭങ്ങളെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് ഭരണകൂടങ്ങൾ എത്തിച്ചേരുന്നത് അവർ നമ്മുടെ ജനങ്ങളാണ് എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ്. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും പല വീക്ഷണകോണുകളിലൂടെ കണ്ടെത്തുന്നത് ആ നൈതികതയിൽ അധിഷ്ഠിതമായാണ്. ഭീകരപ്രവർത്തനങ്ങളും നടത്തുന്ന ആൾക്കാർക്കെതിരെ ശക്തമായ നടപടികൾ രാജ്യം സ്വീകരിക്കുന്നത് നിരപരാധികൾ കൊല്ലപ്പെടുന്ന മേഖലയിലുണ്ടാകുന്ന ആ നൈതികതയുടെ അടിസ്ഥാനത്തിലാണ്. ഈ തരത്തിൽ നോക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അക്കാഡമിക്കായിട്ട് ക്ലൈമറ്റ് ചേഞ്ചും പോലെയുള്ള മേഖലകളിൽ ഒരു AI അധിഷ്ഠിതമായ ആധുനിക കാലഘട്ടം
കാലഘട്ടത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സാധാരണ ഭരണ സംവിധാനത്തിൻ്റെ വിപുലമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖലകളിലൊക്കെ ഓരോ നിയമവും സൃഷ്ടിക്കപ്പെടുന്നത് ഈ പറയുന്ന നൈതികതയിൽ അടിസ്ഥാനമാക്കിയാണ്. നൈതികത എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പം LLBയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ലോയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജഡ്ജ് അല്ലെങ്കിൽ മീഡിയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരിലേക്ക് ഈ തത്വശാസ്ത്രത്തിൻ്റെ, ഫിലോസഫിയുടെ വലിയ സ്വാധീനം എത്തിച്ചേരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ജനങ്ങളുടെ ക്ഷേമമാണ് ഏത് ഭരണകൂടത്തിൻ്റെയും, ഏത് ജുഡീഷ്യറിയുടെയും, ഏത് മീഡിയയുടെയും, ഏത് ഉദ്യോഗസ്ഥൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്നത് നമുക്ക് കാണാൻ കഴിയും. ആ അൾട്ടിമേറ്റ് എയിമിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് പ്രവർത്തിക്കുമ്പോഴാണ് ഈ നൈതികത എന്ന് പറയുന്ന, ആ എത്തിക്സ് എന്ന് പറയുന്ന പഠന മേഖലയുടെ സ്വാധീനം അവിടെ വിപുലമായി നമുക്ക് കാണാൻ കഴിയുക. വായനാശീലമുള്ള, ഒരു നല്ല ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ള, ലിംഗ്വിസ്റ്റിക് ഡെൻസിറ്റി ഇവിടെ വളരെ പ്രധാനമാണ്. കാരണം വിവിധ വീക്ഷണകോണുകളിലൂടെ കാണുവാനും ചർച്ചകളെ നയിക്കുവാനും ആശയങ്ങളെ, മറ്റുള്ളവരുടെ മനസ്സിലുള്ള ആശയങ്ങളെ കണ്ടെത്തി അതിനെ വിപുലപ്പെടുത്താനും നമുക്ക് കഴിയണം. വലിയ ഒരു മോബിനെ വളരെ ഭംഗിയായി മാനേജ് ചെയ്യാൻ കഴിയുന്ന, പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട, മാസ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഒരു ഫിലോസഫർക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. ആ ചിന്തകളാണ് പലപ്പോഴും സമൂഹത്തിൻ്റെ വിപുലമായ മാറ്റങ്ങളിലേക്ക് നയിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ നയരൂപീകരണത്തിൻ്റെ, രാജ്യങ്ങളുടെ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ, നിയമ സംവിധാനങ്ങളുടെ, മീഡിയകളുടെ, ആധുനിക സാങ്കേതിക വിദ്യയുടെ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ മേഖലകളിലൊക്കെ വിപുലമായ തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന ഒരു പഠന മേഖല തന്നെയാണ് ഫിലോസഫി. ഫിലോസഫിക്കലായിട്ടുള്ള ചിന്തകളിലൂടെ നമ്മൾ വളർന്നു മുന്നോട്ട് പോകുമ്പോൾ ഈ മേഖലകളിൽ ഏതിലേക്കാണ് ഒരു കുട്ടി പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന തീരുമാനമാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരിക. അത് 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് +2 ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് എടുക്കുന്നതായിരിക്കും എപ്പോഴും ഏറ്റവും ഉചിതം. അത് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ, അതായത് നമ്മൾ +2 കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന്, ആ കുട്ടിക്ക് യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള വിദേശ സർവകലാശാലകൾ ഈ മേഖലയിൽ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള മികച്ച പഠന സാധ്യതകൾ നമുക്ക് സമ്മാനിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ, തൊട്ട് താഴെ നമുക്ക് അതോടൊപ്പം തന്നെ നിൽക്കുന്ന വളരെ വിപുലമായ പഠന സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്തുമുണ്ട്. അത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലെയുള്ള, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് എൻട്രൻസുകളിലൂടെയൊക്കെ കടന്നു ചെന്ന് വിപുലമായ പഠന സാധ്യതകളെ അവിടെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതിനപ്പുറത്തേക്ക് നമുക്ക് കേരളത്തിൽ തന്നെ കേരള യൂണിവേഴ്സിറ്റിയും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും, MG യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങൾ നമുക്കിത്തരത്തിലുള്ള പഠന മേഖലകൾ സമ്മാനിക്കുന്ന സർവകലാശാലകളാണ്. മാർക്കിനെ ബേസ് ചെയ്ത് അഡ്മിഷൻ കിട്ടുന്ന കോളേജുകളുണ്ട്. അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് എൻട്രൻസിലൂടെ പ്രവേശനം കിട്ടുന്ന കോഴ്സുകളുണ്ട്. ഈ സാധ്യതകളെയെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അതിനുശേഷം, ഡിഗ്രിക്ക് ശേഷം വേണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനും അതിനുശേഷം ഗവേഷണ മേഖലകളിലേക്കും പോകാനുള്ള അവസരങ്ങളുണ്ട്. ഗാന്ധിയൻ തത്വചിന്തകൾ മാത്രം പഠിക്കാനുള്ള സംവിധാനങ്ങൾ സർവകലാശാലകളിലുണ്ട്. സിവിൽ സർവീസ് പോലുള്ള മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ സിവിൽ സർവീസിൻ്റെ എയിം എന്താണ് എന്ന് തിരിച്ചറിയുന്നതിനും അവരുടെ കർമ്മ മേഖലകളിൽ വിപുലമായ പ്രവർത്തന സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിനും നമുക്കത് ഉപയോഗപ്പെടുന്നുവെന്ന് മാത്രമല്ല, പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നതിന് ആ എസ്സേ പേപ്പറിൽ, ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ വലിയ കോൺട്രിബ്യൂഷൻസ് നൽകാനും ഈ സബ്ജക്റ്റിന് കഴിയും. കാര്യമായ മാറ്റങ്ങൾ ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് എന്ന നിലയിൽ വേണമെങ്കിൽ അവർക്ക് ഓപ്ഷണൽ പേപ്പറായിട്ടും ഇതെടുക്കാൻ കഴിയും. അപ്പോൾ ഫിലോസഫി ഒരുക്കുന്ന അവസരങ്ങൾ അക്കാഡമിക് മേഖലയിൽ മറ്റൊരു വിപുലമായ സാധ്യതയാണ്. സിവിൽ സർവീസിലൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ഒരു സാധ്യതയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. സ്ഥിരമായി ഏറ്റക്കുറച്ചിലുകളില്ലാതെ ഏതാണ്ട് എല്ലാ വർഷവും ഒരേപോലെ തന്നെ നമുക്ക് ഓപ്പണിംഗ് വരുന്നൊരു മേഖലയാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് കോർപ്പറേറ്റ് മേഖലയിലും മറ്റും NGOസിലും UN ഓർഗനൈസേഷൻസിലുമാണെങ്കിൽ വളരെ റാപ്പിഡായിട്ടുള്ളൊരു ഗ്രോത്ത് കാണാൻ കഴിയുന്ന ഒരു പഠന മേഖല തന്നെയാണ് ഫിലോസഫി എന്ന് പറയുന്നത്. വളരെ വലിയ വളർച്ചയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ തൊഴിലിടത്തിന് നമുക്ക് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിലും NGOകളിലും കാണാൻ കഴിയുക. കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തെ
സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രധാനമായിട്ടും നമ്മുടെ NGOs പ്രവർത്തിക്കുക. CSR ഫണ്ടിംഗ് ഒക്കെ ഇത്തരത്തിൽ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഈ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ്. അവരുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം സമൂഹ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന നിയമബന്ധിതമായ ഒരു സാമൂഹിക സേവന പ്രവർത്തനം. അത് മാൻഡേറ്ററി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ലാഭം ഒരു വിഹിതം ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലും അതുപോലെ തന്നെ ഗോത്ര സംസ്കാരം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട മേഖലകളിലും ഒക്കെ ധാരാളം ഇടപെടലുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ ഇടപെടലുകൾ എത്രമാത്രം ശരിയായ രീതിയിൽ നടക്കണം, അതല്ല എത്രമാത്രം അത് വിപുലമായി ശരിയായ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത്, അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒക്കെ യഥാർത്ഥത്തിൽ ഈ കൂട്ടരാണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ തത്വചിന്തയ്ക്ക് വലിയ പ്രചാരം ലഭിക്കുന്നതായും അക്കാഡമിക് ഗവേഷണ മേഖലകളിൽ വലിയ തോതിലുള്ള സാധ്യതകൾ അവിടെ തുറക്കുന്നതായും നമുക്ക് കാണാൻ കഴിയും. ഈ സാധ്യതകളെയൊക്കെ പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൊഴിലിടത്തിലേക്കുള്ള യാത്രയിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു തൊഴിലിടം, സമൂഹ നന്മയ്ക്ക് വേണ്ടി ഒരു സാമൂഹിക ജീവിയായി ജീവിക്കാനും ശരിതെറ്റുകളെ വിചിന്തനം ചെയ്തുകൊണ്ട് നൈതികതയുടെയും ഇൻ്റഗ്രിറ്റിയുടെയും ഒക്കെ ഒരു ലോകം സൃഷ്ടിക്കാനും കഴിയുന്ന, ഒരാളുടെ നേട്ടം മറ്റൊരാളുടെ നഷ്ടമാണെങ്കിൽ അത് നികത്തുന്ന തരത്തിലുള്ള ഒരു വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലേക്കുള്ള യാത്രയിൽ ഫിലോസഫി എന്ന പഠന മേഖല നൽകുന്ന സമ്മാനങ്ങൾ, അവരുടെ സംഭാവനകൾ വളരെ വലുതാണ്. അതൊരു വലിയ തൊഴിലിടമായിട്ട് അന്താരാഷ്ട്ര രംഗത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ശ്രദ്ധേയമായ UN ഓർഗനൈസേഷൻസിലൊക്കെ വലിയ സാധ്യതകൾ നമുക്ക് ലഭ്യമാകുന്ന ഈ തൊഴിലിടത്തിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കടന്നു ചെല്ലാവുന്നതാണ്.